നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. അയോധ്യ പ്രതിഷ്ഠാ ദിനം വീടുകളിലും ആഘോഷിക്കണമെന്ന പ്രധാനമന്ത്രി. അയോധ്യയിൽ 15,700 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും മോദി രാജ്യത്തിന് സമർപ്പിച്ചു. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ നിലപാട് വ്യക്തമാക്കി സമസ്ത. ആരെവിടെ പോയാലും സമുദായ വികാരം വ്രണപ്പെടില്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയുടെ നിലപാട് പറയേണ്ടത് സുപ്രഭാതം ദിനപത്രമല്ല, സുന്നി ഐക്യശ്രമത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും സമസ്ത. പ്രതിഷേധം കടുപ്പിച്ച ഗുസ്തി താരങ്ങൾ. അർജുന ഖേൽ രത്ന പുരസ്കാരങ്ങൾ ഉപേക്ഷിച്ച വിനേഷ് ഫോഗട്ട്. പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലെ റോഡിൽ വെച്ച് മടങ്ങി. പത്തനംതിട്ട മൈലപ്രയിൽ വ്യാപാരി കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ. മരിച്ചത് മൈലപ്ര സ്വദേശി ജോർജ്. മൃതദേഹം കണ്ടെത്തിയത് കൈകളും കാലുകളും കെട്ടിയിട്ട നിലയിൽ. ചികിത്സാവേളയിലും കെ സുധാകരൻ KPCC അധ്യക്ഷനായി തുടരും. അമേരിക്കയിൽ നിന്നും പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നും സുധാകരൻ. KPCC എക്സിക്യൂട്ടീവിൽ നേതൃത്വത്തിനെതിരെ VM സുധീരൻ. പാർട്ടിയിൽ ഇപ്പോൾ 5 ഗ്രൂപ്പ് എന്ന് വിമർശനം. ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീനാരായണ ദർശനം മാനവികതയിലൂന്നിയതെന്ന മുഖ്യമന്ത്രി. പ്രധാന ക്ഷേത്രങ്ങളിലെ ശാന്തി നിയമനത്തിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് സ്വാമി സച്ചിദാനന്ദ. വിശദമായ വാർത്തകളിലേക്ക്.